ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി സ്വന്തം കുഴി തോണ്ടിയ കഥ കേട്ടിട്ടുണ്ടോ? അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കളുടെ പാർട്ടി CPM തന്നെ. അധികാരത്തിന്റെ ലഹരിയിൽ കണ്ണും പൂട്ടി ഓടിയപ്പോൾ അവസാനം ചെന്ന് വീണത് ആഴക്കടലിലാണ്. വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് നാട്ടുകാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കി കാണിച്ചു തന്ന ഒരു പാർട്ടി വേറെ കാണില്ല. കപ്പൽ മുങ്ങിത്തീർന്നു, കപ്പിത്താൻമാർ പരസ്പരം പഴിചാരുന്നു. ഇപ്പോൾ ഇതാ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര കമ്മിറ്റി വന്നിരിക്കുന്നു. അന്ന് പത്മകുമാർ ചെയ്തത് തെറ്റാണ്, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലായിരുന്നു. എന്തൊരു കൗതുകം! അധികാരത്തിന്റെ കസേരയിൽ ഇരുന്ന് അഹങ്കരിച്ചപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലേ സഖാക്കളെ? അതോ ജനം കസേര തെറിപ്പിച്ചപ്പോഴാണോ പെട്ടെന്നൊരു ബോധം വന്നത്? അയ്യപ്പന് പബ്ലിസിറ്റി കൊടുക്കാൻ ഇറങ്ങിയ സർക്കാർ ഒടുവിൽ സ്വന്തം പബ്ലിസിറ്റി പോലും ഇല്ലാത്ത വട്ടപൂജ്യമായി നിൽക്കുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ട്രാജഡി കോമഡി. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തിനാണ് CPM ഇപ്പോൾ ഇത്രയും നാണം കെട്ട പരസ്പരം ചെളി വാരി എറിയുന്നത്? കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു ചർച്ചകൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു CPM-ലെ അതൃപ്തി. CPM നടത്തിയ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ പരിപാടി സർക്കാരിന് വലിയ തലവേദനയായി മാറിയെന്നാണ്. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പരിപാടി എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സർക്കാർ തലത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്നും അത് പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് പ്രധാന വിമർശനം. അതുപോലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് പോലും. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകാനുള്ള 6 കോടി രൂപയുടെ കാര്യത്തിൽ പോലും വലിയ അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. ദേവസ്വം ബോർഡ് ഓഡിറ്റർ തന്നെ ഈ കണക്കുകളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും ഈ ക്രമക്കേടുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി പത്മകുമാറിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു പോലും. ബോർഡിന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാർ ഒഴിഞ്ഞു മാറിയത് വലിയ തിരിച്ചടിയായി. മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് പിണറായി നടത്തിയ ഇത്തരം നീക്കങ്ങൾ പാർട്ടി ലൈനിൽ നിന്നും പ്രതിഫലിച്ചുള്ളതാണെന്നും കേന്ദ്ര കമ്മിറ്റി കുറ്റപ്പെടുത്തുകയാണ്. ശബരിമലയ്ക്ക് ഇത്തരം പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി ഇത്തരം പരിപാടികൾ ആവർത്തിക്കില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങാത്ത അവസ്ഥയിലാണ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളുകളികളിലേക്കൊന്ന് ഇറങ്ങാം. ആദ്യം ആഗോള അയ്യപ്പ സംഗമം. അന്ന് ഭക്തിയുടെ പേരിൽ പമ്പയിൽ കോടികൾ ഒഴുക്കുമ്പോൾ പാർട്ടിയിലെ ബുദ്ധിജീവികൾ എവിടെയായിരുന്നു? പാർട്ടിയുടെ നയരേഖയിൽ മതനിരപേക്ഷത എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭക്തിയുടെ അപ്പക്കച്ചവടവുമായി ഇറങ്ങിയത് എന്തിനായിരുന്നു? അന്ന് ആ സ്റ്റേജിൽ നിന്ന് അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയ കയ്യടി ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ടാവും. പക്ഷേ അന്ന് കാണിച്ച ഒരൊറ്റ അയ്യപ്പ ഭക്തി തന്നെയാണ് ഇന്ന് CPM-ന്റെ നെഞ്ചത്ത് ആണിയായി അടിക്കപ്പെട്ടതെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പത്മകുമാറിന്റെ തലയിൽ മുഴുവൻ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. പത്മകുമാർ ഒറ്റയ്ക്കാണോ നടത്തിയതെല്ലാം? അതോ സംസ്ഥാനത്തെ വമ്പൻ സഖാക്കളുടെ ആശീർവാദത്തോടെയാണോ? കേന്ദ്ര കമ്മിറ്റിയിൽ ഇപ്പോൾ ഉയർന്ന വിമർശനം വെറും കണ്ണുതുടയ്ക്കൽ മാത്രമാണ്. പത്മകുമാറിനെതിരെ അന്ന് നടപടി എടുക്കണമായിരുന്നു എന്ന് പറയുന്നവരോട് തിരിച്ചു ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം ഇതാണ്: അന്ന് നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? കസേരയിൽ സുഖമായിരുന്നപ്പോൾ ഇതൊന്നും കണ്ടില്ലേ? അതോ കണ്ടില്ലെന്ന് നടിച്ചതാണോ? ഇനി ആ സാമ്പത്തിക ക്രമക്കേടിന്റെ കാര്യം ഇത് കേൾക്കുമ്പോൾ ആർക്കും ചിരി വരും, ഒപ്പം ദേഷ്യവും. ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് കരാർ നൽകുന്നു. എന്തിനായിരുന്നു ഈ ദൗത്യം? ആർക്കായിരുന്നു ഇതിന്റെ ലാഭം? പൊതുഖജനാവിലെ പണം ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലൂടെ ഒഴുക്കി അപ്പുറത്തെ പടയിൽ ഊരാളുങ്കലിന് എത്തിച്ചു കൊടുക്കുന്ന ഈ മാജിക് കേരളം കണ്ടതാണ്. 2 കോടി രൂപയുടെ കണക്കില്ല. എവിടെ പോയി ആ പണം? GST രേഖകളില്ല, ബില്ലുകളില്ല, ഹോട്ടൽ താമസത്തിന്റെ കണക്കുകളിൽ വരെ കോടികളുടെ വെട്ടിപ്പ്. ഇതൊക്കെയാണോ സഖാക്കളെ നിങ്ങൾ ഉദ്ദേശിച്ച സുതാര്യമായ ഭരണം? കുമരകത്തും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെയായി ഹോട്ടൽ ബില്ലുകൾ തള്ളിക്കയറ്റിയപ്പോൾ അത് ദൈവത്തിന്റെ പണമാണെന്ന് പോലും ചിന്തിച്ചില്ല. അയ്യപ്പന് പബ്ലിസിറ്റി കൊടുക്കാൻ ഇറങ്ങിയവർ അവസാനം സ്വന്തം ഖജനാവ് കാലിയായിട്ടാണ് തിരിച്ചുപോയത്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സത്യം പുറത്തായി. കോടതി പറഞ്ഞിട്ടും കേൾക്കാതെ ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോയതിന്റെ ഫലമാണ് ഇപ്പോൾ CPM അനുഭവിക്കുന്നത്. ജനങ്ങൾ നിങ്ങളെ വെറുതെ വിട്ടു എന്ന് കരുതണ്ട. ഇലക്ഷനിൽ ജനം നൽകിയ മറുപടി ഈ അഹങ്കാരത്തിനുള്ള മറുപടി കൂടിയാണ്. അന്ന് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞിരുന്ന നവോത്ഥാനവും പുരോഗമനവും ഒക്കെ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ ഈ സഖാക്കൾ പരസ്പരം പഴിചാരുന്നു. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാനത്തെ വിമർശിക്കുന്നു, സംസ്ഥാനം ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ പരസ്പരം ചെളി
ചെളിവാരി എറിഞ്ഞാൽ മതിയോ? ഒന്നുറപ്പാണ്, അയ്യപ്പന് പബ്ലിസിറ്റി ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടിയോടുകൂടി പറയുന്നതാണ്. പബ്ലിസിറ്റിയും PR വർക്കും കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാമെന്ന് കരുതിയവർക്ക് ജനം നൽകിയ പണി കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നിങ്ങൾ നടത്തിയ ഈ നാടകം പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി ഇനിയും ഏറെ കാലം ചർച്ച ചെയ്യപ്പെടും. ഇനി നിങ്ങൾ നോക്കുക, അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പണം മുടക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അവർ ഫണ്ടിൽ നിന്നും അഡ്വാൻസ് ആയി പണം നൽകിയെന്നും സ്പോൺസർഷിപ്പ് തുക കിട്ടിയപ്പോൾ തിരികെ നിക്ഷേപിച്ചുമെന്നാണ് അന്നത്തെ ദേവസ്വം മന്ത്രി വാസവൻ നിയമസഭയിൽ പറഞ്ഞിരുന്നത്. ദേവസ്വം ബോർഡിന്റെ 2 കോടിയുടെ പൊതുഫണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയില്ലെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ധനപരമായ സുതാര്യത പുലർത്തി വേണം പരിപാടിയിൽ നടത്താനെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും അത് ലംഘിക്കുന്ന തരത്തിലുള്ള വീഴ്ചകളാണ് നടന്നിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം കരാർ നൽകിയത് ടെൻഡർ ഇല്ലാതെയാണെന്നും 10% അധിക തുക നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ചിലവുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളും ബില്ലുകളും നൽകാത്തതിനാൽ കൃത്യമായ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഓഡിറ്റർ വ്യക്തമാക്കിയിരുന്നത്. ഇനി മേശകളുടെയും കിടക്കുകളുടെയും കണക്കിലും ക്രമക്കേടുണ്ട്. സ്പോൺസർഷിപ്പായി കിട്ടിയ 2 കോടി രൂപയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും സ്പെഷ്യൽ കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം നടത്തിപ്പിൽ ഊരാളുങ്കലിന് മാത്രം 4.4 കോടി നൽകാനുണ്ടെന്നാണ് കോടതിയിൽ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. ഈ പണം ആരുടേതാണ്? ഇതൊരു സ്വകാര്യ കമ്പനിയുടെ പണമല്ല, ഭക്തർ മണിയറയിൽ നിക്ഷേപിച്ച പണമാണ്. അപ്പോൾ ആ പണം ഉപയോഗിച്ച് രാഷ്ട്രീയ കളികൾ കളിക്കാൻ ആരധികാരം നൽകി? എവിടെ നിങ്ങളുടെ ധാർമ്മികത? പാർട്ടി എപ്പോഴും പ്രസംഗിക്കാറുണ്ട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ആണെന്ന്. എന്നാൽ ഭരണത്തിന്റെ തണലിൽ ഇത്തരം ക്രമക്കേടുകൾ നടത്തുമ്പോൾ ആ ധാർമ്മികത എവിടെയായിരുന്നു? വിശ്വാസികളുടെ വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ വിശ്വാസികളുടെ പണം കൂടി നഷ്ടപ്പെടുത്തി എന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ചപ്പോൾ വിശ്വാസികൾ തന്നെ തിരിഞ്ഞുകൊത്തി എന്നതാണ് സത്യം. ഇനി ഉത്തരവാദിത്തം ആർക്ക്? ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പത്മകുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നു, പത്മകുമാർ ബോർഡിനെ ചൂണ്ടിക്കാണിക്കുന്നു, ബോർഡ് ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിക്കുന്നു. ഒടുവിൽ കുറ്റം ആർക്കുമല്ലാത്ത ഒരവസ്ഥ. ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? മൂന്നാമതായി PR വർക്കുകളുടെ തകർച്ചയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിലെ പാർട്ടിയുടെ രീതി നോക്കിയാൽ മതി, ഏത് വലിയ തകർച്ചയ്ക്ക് മുകളിൽ ഒരു PR വർക്കിന്റെ പെയിന്റ് അടിച്ച് മറയ്ക്കാനായിരുന്നു ശ്രമം. എന്നാൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ആ പെയിന്റ് പാളിപ്പോയി. ജനങ്ങളെ അത്രയ്ക്ക് നിസ്സാരക്കാരായി കണ്ടതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് വിജയത്തിനായി സർക്കാർ ആസൂത്രണം ചെയ്ത പല നീക്കങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പോലെയുള്ള വിഷയങ്ങളിൽ പാർട്ടി ലൈൻ ലംഘിച്ചുള്ള സർക്കാർ ഇടപെടലുകൾക്കും അതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വലിയ വിലയാണ് പാർട്ടിയും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും CPM കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷമായ വിമർശനവും ചേർന്ന് വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.